പാകിസ്ഥാൻ വീണ്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഇത്തവണ കാരണം ഒരു ഭീകരാക്രമണമോ അതിർത്തി സംഘർഷമോ അല്ല, വിദേശ മാധ്യമ പ്രവർത്തകർക്കായിട്ട് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതാണ്. ലോകത്തിനു മുന്നിൽ തങ്ങളുടെ അടിച്ചമർത്തലുകളും വിള്ളലുകളും പുറത്തു വരാതിരിക്കാൻ ഒരു വൻ സെൻസർഷിപ്പ് നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫും സർക്കാരും പാക് സൈന്യവും. പാകിസ്ഥാൻ സർക്കാർ പുറത്തിറക്കിയ ഫോറിൻ മീഡിയ ഫെസിലിറ്റേഷൻ ഗൈഡ് ലൈൻസ് 2026 പ്രകാരം ഇനി വിദേശ മാധ്യമ പ്രവർത്തകർക്ക് രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്ക് സ്വതന്ത്രമായി പോയി റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് പാക് അധിനിവേശ കശ്മീരിൽ ജനങ്ങൾ തെരുവിലിറങ്ങി നടത്തുന്ന വൻ പ്രക്ഷോഭങ്ങളെയും അടിച്ചമർത്തലുകളെയും ലോകമാധ്യമങ്ങൾ കവർ ചെയ്യുന്നത് തടയാനാണ് ഈ നീക്കമെന്ന് വ്യക്തം. ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി എന്നീ പ്രധാന നഗരങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ആദ്യം NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതായത് സർക്കാർ അനുമതി ലഭിച്ചാൽ മാത്രമേ റിപ്പോർട്ടിങ്ങിന് പോകാനാകൂ. എന്താണ് ഈ പുതിയ മീഡിയ റൂൾസ്? ഇത് ദേശീയ സുരക്ഷയ്ക്കായിട്ടുള്ള നടപടിയാണോ അതോ ലോകം കാണാതിരിക്കേണ്ട ചില കാര്യങ്ങൾ മറയ്ക്കാനുള്ള ശ്രമമാണോ? ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയാകുന്ന പാകിസ്ഥാന്റെ പുതിയ മീഡിയ റൂൾസിന്റെ പിന്നിലെ കഥ നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ ഫോറിൻ മീഡിയ ഫെസിലിറ്റേഷൻ ഗൈഡ് ലൈൻസ് 2026 എന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇനി മുതൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി എന്നീ 3 പ്രധാന നഗരങ്ങൾക്ക് പുറത്തേക്ക് റിപ്പോർട്ടിങ്ങിനായിട്ട് പോകണമെങ്കിൽ സർക്കാരിന്റെ എക്സ്റ്റേണൽ പബ്ലിസിറ്റി EP വിങ്ങിൽ നിന്ന് നിർബന്ധമായും ഒരു NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം. 2 ഡിജിറ്റൽ പോർട്ടൽ ആൻഡ് ID കാർഡുകളാണ്. വിദേശ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും ഫ്രീലാൻസേഴ്സും ലോക്കൽ ഫിക്സേഴ്സും പ്രൊഡക്ഷൻ ഹൗസുകളും ഒരു പ്രത്യേക ഓൺലൈൻ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് QR കോഡുള്ള പുതിയ പ്രസ് അക്രഡിറ്റേഷൻ കാർഡ് വാങ്ങണം. 3 ലീഷർ ട്രിപ്പുകൾക്ക് പോലും അനുമതി വേണം. അബറ്റാബാദ്, മുറി തുടങ്ങിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വ്യക്തിഗത യാത്ര നടത്തണമെങ്കിൽ പോലും 3 ദിവസത്തിനകം NOC അപേക്ഷ നൽകി അനുമതി വാങ്ങിയിരിക്കണം. അടുത്തത് അതിര് കടന്ന നിയന്ത്രണങ്ങളാണ്. സോഷ്യൽ മീഡിയ ക്രിയേറ്റേഴ്സിനും ഡിജിറ്റൽ കണ്ടന്റ് ഉണ്ടാക്കുന്നവർക്കും ഈ നിയമം ബാധകമാണ്. ചുരുക്കത്തിൽ ഇസ്ലാമാബാദ് ഭരണകൂടം കാണിച്ചു തരുന്ന ചിത്രങ്ങൾ അല്ലാതെ പുറം ലോകം പാകിസ്ഥാനിലെ മറ്റു സംഭവ വികാസങ്ങൾ കാണരുത് എന്ന് തന്നെയാണ് ഈ ഒരു നീക്കത്തിന്റെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പെട്ടെന്ന് ഇത്രയും കടുപ്പമേറിയ നിയമങ്ങൾ കൊണ്ടുവന്നത്? ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ പാക് അധിനിവേശ കാശ്മീരിലെ പ്രക്ഷോഭങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് POKയിലെ റവാലാക്കോട്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടുത്ത വിലക്കയറ്റത്തിനും സൈനിക അതിക്രമങ്ങൾക്കുമെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങി വൻ പ്രതിഷേധങ്ങൾ നടത്തുകയാണ്. പാകിസ്ഥാൻ സർക്കാർ ജനങ്ങൾക്ക് നേരെ അമിത ബലപ്രയോഗം നടത്തുന്നുവെന്നും പലരെയും കാണാതാകുന്നുവെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. അവിടെ ഇന്റർനെറ്റ് ബ്ലോക്ക് ചെയ്തും വിദേശ മാധ്യമ പ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയുമാണ് പാകിസ്ഥാൻ ഇതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതോടെ പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം അന്താരാഷ്ട്ര തലത്തിൽ നാണം കെട്ടു. ഇതിന് പിന്നാലെയാണ് വിദേശ മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടാൻ ഈ പുതിയ NOC നയം പ്രാബല്യത്തിൽ വരുത്തിയത്. ഈ വിഷയത്തിൽ തന്ത്രപരമായ വശങ്ങളും അന്താരാഷ്ട്ര പ്രതികരണങ്ങളും എടുത്തു പറയേണ്ടതുണ്ട്. വിദേശ മാധ്യമ പ്രവർത്തകർക്ക് ഒഫീഷ്യൽ സന്ദർശനങ്ങൾ നടത്താൻ ഈ റൂൾസ് സഹായിക്കുമെന്ന് പാക് ഇൻഫർമേഷൻ മന്ത്രാലയം അവകാശപ്പെടുമ്പോഴും ഇത് ഫ്രീഡം ഓഫ് പ്രസ്, മാധ്യമ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് CPJ വ്യക്തമാക്കുന്നു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരത, ബലൂചിസ്ഥാനിലെയും ഖൈബർ പഖ്തൂൻഖ്വയിലെയും സായുധ ആക്രമണങ്ങൾ, പ്രവിശ്യകളിലെ കലാപങ്ങൾ എന്നിവയെല്ലാം ലോകം അറിയുന്നത് തടയാൻ ഇതൊരു സ്റ്റേറ്റ് കൺട്രോൾഡ് മാനിപ്പുലേഷൻ ആയി മാറും. അതേസമയം ഇന്ത്യ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 ശേഷം ജമ്മു കാശ്മീർ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് കുതിക്കുമ്പോൾ പാക് അധിനിവേശ കാശ്മീരിൽ ജനങ്ങൾ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് കടുത്ത അടിച്ചമർത്തലുകൾ നേരിടുകയാണ് എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രദേശത്ത് നടക്കുന്ന ക്രൂരതകളും പ്രതിഷേധങ്ങളും പുറം ലോകം അറിയാതിരിക്കാൻ ഇസ്ലാമാബാദ് ഭരണകൂടം കൊണ്ടുവന്ന അവസാനത്തെ കടുംകൈയാണ് ഈ പുതിയ മാധ്യമ വിലക്ക്. ഏകാധിപത്യ രാജ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ എന്ന വിദേശ മാധ്യമങ്ങൾക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ ഇന്റർനെറ്റും സിറ്റിസൺ ജേർണലിസവും സജീവമായിരിക്കെ പൂട്ടിയിട്ട വാതിലുകൾക്കുള്ളിൽ സത്യങ്ങളെ എത്ര നാൾ പാകിസ്ഥാന് മറച്ചുവെക്കാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരു കാര്യം വ്യക്തമാണ്, പാകിസ്ഥാൻ കൊണ്ടുവന്ന പുതിയ ഫോറിൻ മീഡിയ ഗൈഡ് ലൈൻസ് ദേശീയ സുരക്ഷയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന നടപടിയാണ് എന്നാണ് സർക്കാർ പറയുന്നത്. അതേസമയം മാധ്യമ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് വിമർശകർ ഉയർത്തുന്നത്. ഈ 2 നിലപാടുകൾക്കിടയിൽ നടക്കുന്ന ചർച്ച തന്നെയാണ് ഇപ്പോൾ ലോകശ്രദ്ധ നേടുന്നത്. ജനാധിപത്യത്തിൽ സുരക്ഷ എത്രത്തോളം പ്രധാനമാണോ അതുപോലെ പ്രാധാന്യമുള്ളതാണ് വിശ്വസനീയവും സ്വതന്ത്രവുമായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നത്. അതിനാൽ ഈ പുതിയ നിയമങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങനെ നടപ്പാക്കുന്നു, അതിന്റെ ഫലം എന്തായിരിക്കും എന്നതാണ് ഇനി ലോകം നിരീക്ഷിക്കുന്നത്. വസ്തുതകൾ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഔദ്യോഗിക വിവരങ്ങളും വിശ്വസനീയമായ റിപ്പോർട്ടുകളും അടിസ്ഥാനമാക്കി മാത്രമേ നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിയൂ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.